അബുദാബിക്ക് പോകാൻ വേണ്ടി എയർപോർട്ടിലാണ്. ഞാനും ശ്രീവിദ്യയാണ്. ഞങ്ങൾ രണ്ടാളും തന്നെയല്ല, കൂടുതൽ ആൾക്കാരുണ്ട്. അവരവിടെ ഗേറ്റിൻ്റെ അവിടെ ഇരിക്കുകയാണ്. ഗേറ്റ് നമ്പർ 1 എന്നാണ് പോകുന്നത്. വിട്ടു. ഞങ്ങൾ അബുദാബിയിലേക്ക് പോകാൻ ഫ്ലൈറ്റ് അവിടെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. With us in Air Arabia Abu Dhabi today, and we hope you had a very good journey flying with us. We also wish to see you on one of our flights in the future. Wish you a very good stay in Abu Dhabi. Namaskaram. Goodbye. അബുദാബിയിലാണ്. വ്ളോഗാന്ന് പറഞ്ഞപ്പോൾ റീന ടീച്ചർ പെട്ടെന്ന് അങ്ങോട്ട് മാറി. അപ്പോൾ അതാ പുറകിലെ ബിന്ദു അമ്മയൊക്കെ ഉണ്ട്. എമിഗ്രേഷനൊക്കെ നല്ല സ്മൂത്തായിട്ട് കഴിഞ്ഞു. അബുദാബിയിലെ സായിദ് ഇന്റർനാഷണൽ എയർപോർട്ടാണിത്. വളരെ നല്ലൊരു എയർപോർട്ടായിരുന്നു. നാടകം കണ്ടിട്ട് നാടിൽ നിന്ന് ഒരു മാറ്റം വന്നപ്പോൾ എങ്ങനെ ഫീൽ ചെയ്തു? അങ്ങനെ വിപിൻ ട്രിവാൻഡ്രംകാരനാണ്. ദുബായിൽ കഴിഞ്ഞ 10 വർഷത്തിന് മുകളിലായി ഗൈഡായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഞങ്ങളുടെ ഇത്തവണത്തെ ദുബായ് ട്രിപ്പിലെ വിപിനാണ്. വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടും വളരെ നല്ല രീതിയിലാണ് വിപിൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം ഇനിയിപ്പോൾ നമ്മൾ നേരെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നേരെ പോകുന്നത് ഷെയ്ഖ് സായിദ് മോസ്ക് കാണാനാണ്. നല്ല ഗംഭീരമായ കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇപ്പോൾ UAE തന്നെ ഏറ്റവും വലിയ സിറ്റി തന്നെയാണ്, അല്ലെങ്കിൽ എമിറേറ്റ്സ് ആണ് അബുദാബിയിലാണ് നമ്മൾ വന്നിറങ്ങിയതും. ഇപ്പോൾ ഒരുപാട് മോളുകളായാലും നല്ല ഭംഗിയുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ട് നമ്മൾ ഷെയ്ഖ് സായിദ് മോസ്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നല്ലൊരു ക്ലൈമറ്റാണ്, ജാനുവരി മാസം ആയതുകൊണ്ട് തന്നെ. അല്ല, എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴല്ലേ ഫൈനാണ്. നല്ല ഫുഡാ. ഷെയ്ഖ് സായിദ് മോസ്കിൽ എത്തിക്കഴിയുമ്പോൾ നമ്മളൊരു എസ്കലേറ്റർ എടുത്ത് താഴത്തേക്ക് പോകണം. പോയി കഴിയുന്ന സമയത്ത് അവിടെ വലിയൊരു മോളാണ് കാണുക. ഇനി ഇവിടുന്ന് കുറച്ച് ദൂരം നമുക്ക് മുന്നോട്ട് നടക്കാം. ഷെയ്ഖ് സായിദ് മോസ്ക് അബുദാബി. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു കാർപ്പറ്റാണ്. ഇറാനിലാണ് ഇത് നിർമ്മിച്ചത്. ഇതിലെ ജോയിൻറ്റ്സ് ഒന്നുമില്ല കേട്ടോ. എത്ര മനോഹരമാണെന്ന് പറയാൻ കാണാനായിട്ട്. എത്ര ഗംഭീരമായിട്ടാണ് ആ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഷാൻഡിയറും മാർബിളും വെള്ള കളറുള്ള മാർബിൾ, അതിൻ്റെ കൊത്തുപണികളൊക്കെ ചെയ്ത് നല്ല ഷാൻഡിയറിൻ്റെ ലൈറ്റ്സൊക്കെ ഉണ്ട്. കാരണം ക്രിസ്റ്റലാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. എത്ര നേരം നമ്മൾ സമയം നോക്കിയിരുന്നാൽ പോലും മതിയാവില്ല. അത്ര മനോഹരമായിട്ടാണ് ഓരോന്നും ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഷാൻഡിയറിൻ്റെ ഒക്കെ ഒരു ഭംഗി നോക്കൂ, എന്ത് രസമാണ്. അതേപോലെ തന്നെ ഈ ഒരു കാർപ്പറ്റിൻ്റെ കളറാണെങ്കിലും ഒരു പൊടിയോ അഴുക്കോ ഒന്നുമില്ല. നമ്മളിങ്ങനെ ഇപ്പം ഞാനും മഞ്ജു കുറേ നേരം ഇങ്ങനെ അവിടെ സമയം നമ്മൾ സ്പെൻഡ് ചെയ്തു. കാരണം കാഴ്ചയ്ക്ക് ഇത്ര മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് അല്ലേ. അപ്പോൾ നമ്മുടെ കൂടെ വന്ന് എല്ലാവരും കുറേ സമയമെടുത്തു. കാരണം നമ്മളൊരു 1.5-2 മണിക്കൂറോളം ഇവിടെ സ്പെൻഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ആ രീതിയിൽ തന്നെ നമുക്ക് ടൈം അഡ്ജസ്റ്റ് ചെയ്താണ് വന്നത്. ഇത് കണ്ടോ, മാർബിള് കൊടുത്തിരിക്കുന്ന കളറ്, അതിൻ്റെ വർക്കുകൾ, ഇതെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ടെടുക്കാൻ പറ്റില്ല. അതേപോലെ ഈ ഒരു ക്ലോക്ക് കണ്ടോ, അത് ആ പ്രയർ ടൈമുകളും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുള്ളതാണ്. ഇതും നല്ല രസമായിട്ട് ചെയ്തിട്ടില്ലേ. അപ്പം അതെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ കുറേ നേരം ഇവിടെ ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് പിന്നെ നമ്മൾ പുറത്തെ കാഴ്ചകളിലേക്ക് വീണ്ടും വന്നു. അപ്പോൾ നോക്കൂ, ഒരു ചെറിയ ഒരു അഴുക്കോ ഒരു പൊടിയോ ഒന്നുമില്ല. അത്ര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഇത്ര മനോഹരമായിട്ടുള്ള പള്ളിയാണ്. അതുപോലെ അവർ കറക്റ്റായിട്ട് പ്രോപ്പർ ഡ്രസ് കോഡ് ഉണ്ട്. തല കവർ ചെയ്യണം. ഫോട്ടോ എടുക്കുമ്പോൾ പോലും തല കവർ ചെയ്യണത് മാറ്റാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല ഫീലിംഗാ. നമ്മൾ താജ്മഹലിന്റെ ഒക്കെ പോകുമ്പോൾ ഉള്ളൊരു ഭയങ്കര തണുപ്പാണ്. നട്ടുച്ച സമയമാണ്, പക്ഷെ ലോകത്തേക്ക് കയറി കഴിയുമ്പോൾ വളരെ കൂളാണ്. മഞ്ജു നേരത്തെ പറഞ്ഞില്ലേ, കാരണം എന്താ, മാർബിളാണ്. പിന്നെ ഇതിൻ്റെ വർക്കൊക്കെ നോക്കൂ. പിന്നെ ഇത് ഇത്ര നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കുന്ന ഉദ്ദേശം ഇതാണ്. കണ്ട, പ്രോപ്പറായിട്ടുള്ള ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്.
നല്ലൊരു മനോഹരമായ ഒരു അനുഭവമാണ്, കാഴ്ചാനുഭവം തന്നെയാണ്. ഷെയ്ഖ് സായിദ് മോസ്ക് മസ്റ്റ് വിസിറ്റ് പ്ലേസ് തന്നെയാണ് കേട്ടോ ഇത്. അങ്ങനെ 2 മണിക്കൂർ ഞങ്ങൾ ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു. ഇഷ്ടംപോലെ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തു. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അങ്ങനെ എസ്കലേറ്റർ എടുത്തിട്ട് ഞങ്ങൾ താഴത്തേക്ക് വരികയാണ്. കാരണം താഴത്ത് നിന്ന് കുറച്ച് ദൂരം നമുക്ക് നടക്കാനുണ്ട്. അപ്പം ഇവിടെ അത്യാവശ്യം ഈ പറഞ്ഞ പോലെ ഞങ്ങൾ വരുന്ന സമയത്ത് കണ്ടു സൗനിയേഴ്സും ഡേറ്റ്സും എല്ലാം സെയിൽസിന് വച്ചിട്ടുണ്ട്. ആവശ്യക്കാർക്ക് വേണമെങ്കിൽ വാങ്ങാം. അപ്പോൾ നമ്മളിപ്പോൾ വാങ്ങാനുള്ളൊരു താല്പര്യമൊന്നും ഇപ്പം ഇല്ല. നമ്മൾ ഫസ്റ്റ് ഡേ ആയിട്ടേ ഉള്ളൂ. പിന്നെ അതേപോലെ ഇപ്പോൾ ഇവിടെ ഈ ഒരു റെപ്ലിക്ക മിനിയേച്ചറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത് രസമാണ് കാണാനായിട്ടല്ലേ. വൈറ്റും ഗോൾഡും അതിൻ്റെ ഒരു ഗ്രീനും എല്ലാം കൂടെ ആയിട്ട് എന്ത് രസമാണ് കാണാനായിട്ട്. ഇതേപോലെ നല്ല നല്ല സൊവിനിയേഴ്സ് ഉണ്ട്, വാങ്ങിക്കാൻ നമുക്ക് കൊതിയാവും. പക്ഷെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഫസ്റ്റ് ഡേ ആണ്. നമുക്ക് ഇനിയും പർച്ചേസിനൊക്കെ ഇഷ്ടം പോലെ കാര്യങ്ങൾ ഇനി വേറെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കുറച്ച് ഞങ്ങൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. നല്ല ഭംഗിയായിട്ട് അവർ മർച്ചൻഡൈസ് ചെയ്ത് വച്ചിട്ടുണ്ട്. ഇനി അടുത്ത നമ്മൾ പോകുന്നത് ബാബ്സ് ഹിന്ദു മന്ദിർ അബുദാബി കാണാനായിട്ടാണ് പോകുന്നത്. 2024 ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞത്. UAE തന്നെ ആദ്യത്തെ പരമ്പരാഗത ശില്പശാസ്ത്ര ഹിന്ദു ക്ഷേത്രം എന്ന് പറയും. ഇതിൻ്റെ പ്രധാന പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുമ്പ്, സ്റ്റീലില്ലാത്ത പ്രകൃതിദത്ത കല്ലുകൾ ഉപയോഗിച്ച് നിർമ്മിച്ചതാണ്. ഇന്ത്യയിൽ നിന്ന് തന്നെ രാജസ്ഥാനിലും ഗുജറാത്തിൽ നിന്നൊക്കെയുള്ള പിങ്ക് സ്റ്റാൻഡ് സ്റ്റോണും ഇറ്റാലിയൻ മാർബിളൊക്കെ ഉപയോഗിച്ച് ഗംഭീരമായി പണിത ഒരു ക്ഷേത്രം കാണാനായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അവിടുന്ന് കുറച്ച് ദൂരമുണ്ട്. ഇനി ഉച്ചത്തെ ലഞ്ചെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇനി അടുത്ത ഒരു ലൊക്കേഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ എല്ലാവരും എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഷെയ്ഖ് സായിദ് മോസ്കിൽ നല്ല കാഴ്ചകളും നല്ല അനുഭവങ്ങളൊക്കെ കിട്ടിയതിന് ശേഷമാണ് നമ്മൾ ബാബ്സ് ഹിന്ദു മന്ദിറിലേക്ക് യാത്ര ചെയ്യുന്നത്. ഇനി അവിടുത്തെ കാഴ്ചകളാണ് കാണുന്നത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. താങ്ക് യു സോ മച്ച്. ഈ അബുദാബിയിലെ അമ്പലത്തിൻ്റെ എക്സ്പീരിയൻസ് പറയാനാണെങ്കിൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. വന്ന് തന്നെ കാണണം. അത്രയേറെ മാർബിളിലുള്ള കൊത്തുപണികളും കാര്യങ്ങളൊക്കെയാണ്. ഭയങ്കര